ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. വീണ്ടും സ്നേഹതീവ്ര ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് കൂട്ടായ്മയിൽ കൂടി വരുവാൻ സ്വർഗത്തിൽ വരുന്നതായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും കർത്താവിനെ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ആയുസ്സും ആരോഗ്യവും ബലവും നൽകി നമ്മെ നടത്തിയ കർത്താവിനെ എന്റെ രാത്രിയിൽ ഹൃദയത്തോടെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഇത് കരങ്ങൾ പഠിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാക്കാം. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം എന്റെ രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. സാങ്കേതികമായ ചില തടസ്സങ്ങൾ മുമ്പിൽ വന്നതുകൊണ്ടാണ് അവൻ കൃത്യസമയത്ത് ആരംഭിക്കുവാൻ കഴിയാതെ പോയത്. അതിൽ ഖേദിക്കുന്നു. അവൻ ഇന്ന് രാത്രി സമയത്ത് കൂടാതെ കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ തന്റെ ആത്മാവിലൂടെ നമ്മെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്കായി ഇന്ന് രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇത് കരങ്ങൾ പഠിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Lord. Hallelujah. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്നേഹതീരം ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 9/8/2026 ഞായറാഴ്ച രാത്രി 2026 221 ദിവസം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന 32ാമത്തെ രാത്രിയാണ്. ഹല്ലേലൂയ. 28 അധ്യായം കൊണ്ട് അവസാനിക്കാതെ പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ മഹത്വത്തെ ഹല്ലേലൂയ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിലും പകരപ്പെടുവാൻ ദൈവം ശക്തരാണെന്ന് വിശ്വസിക്കുന്നവർ ഇത് കരങ്ങൾ പഠിച്ച നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 32ാമത്തെ രാത്രി ഹല്ലേലൂയ 2026 221ാമത്തെ രാത്രി ഹല്ലേലൂയ 1 മണിക്കൂർ നാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ നിലനിൽക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ എത്ര പേര് സ്വീകരിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിലനിൽക്കാം, പ്രാർത്ഥനയിൽ ജാഗരിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ആസ്പദമാക്കിയാണ് നാം ചിന്തിപ്പാൻ പോകുന്നത്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം എല്ലാ കാലത്തും ആത്മാവിൽ പ്രാർത്ഥനയാലും യാചനയാലും ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊള്ളുകയും അതിനായി സകല വിശുദ്ധന്മാർക്കും വേണ്ടി സകലവിധ ജാഗ്രതയും കൂടെ ഉണർന്നിരിക്കുകയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മോട് കൃത്യമായി സംസാരിക്കാനിടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 18:1, അപ്പോസ്തല പ്രവൃത്തികൾ 4:31, സങ്കീർത്തനം 42:1-2, യെശയ്യാവ് 40:31, യിരെമ്യാവ് 33:3, യാക്കോബ് 5:16. ഈ വേദഭാഗങ്ങളിലൂടെ
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി നന്ദിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്, ഹല്ലേലൂയ, സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ആരംഭിക്കാമല്ലോ. ഹല്ലേലൂയ. ഓ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉണ്ടാവുകയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ മൗനമായിരിക്കാതെ കരങ്ങളെ അടിച്ച നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ആരാധനയ്ക്ക് യോഗ്യൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹത്തിന്റെ പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ആമേൻ 2026 221 രാത്രി അപ്പോസ്തല പ്രവൃത്തി തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 32 രാത്രിയിൽ ആമേൻ ഇരുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ആമേൻ. എല്ലാവരെയും ഹൃദയമായി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആമേൻ ഇന്ന് ഞായറാഴ്ച കർത്താവിന്റെ ദിവസം ഹല്ലേലൂയ ആഴ്ചയുടെ അവസാനമല്ല, ആമേൻ ഒരു പുതിയ ആഴ്ചയുടെ ആരംഭം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കയ്യിൽ എത്തിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അവൻ യാദൃശ്ചികമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകാം, അവൻ ഒരുപക്ഷെ ചിലർ സന്തോഷത്തോടെ ആയിരിക്കാം, ഒരുപക്ഷെ ചിലർ ഭാരമുള്ള ഹൃദയത്തോടായിരിക്കും, അവൻ ചിലർ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായി വന്നിട്ടുണ്ടാകും, അവൻ ചിലർ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അവൻ ചിലർ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച്, അവൻ ചിലർ ആരോഗ്യത്തെ കുറിച്ച്, ചിലർ മക്കളുടെ ഭാവിയെ കുറിച്ച്. എന്നാൽ ഇന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ കണ്ണുനീരിന് മറുപടിയായി ഹല്ലേലൂയ പ്രവർത്തിക്കാൻ ശക്തനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, അവൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും മടുത്തു പോകാതിരിക്കുകയും വേണം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എപ്പോഴും പ്രാർത്ഥിക്കുകയും മടുത്തു പോകാതിരിക്കുകയും വേണം. അടുത്തിരിക്കുന്നവരെ തൊട്ടുപറ, എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തു പോകാതിരിക്കുകയും വേണം. നിന്നെ പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്ന, നിന്റെ ആരാധനയിൽ മടുപ്പിക്കുന്ന, നിന്റെ വിശ്വാസത്തിൽ തളർത്തുന്ന ചില വെല്ലുവിളികൾ, ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവം വചനത്തിലൂടെ നിന്നോട് ഇടപെടുക. എപ്പോഴും പ്രാർത്ഥിക്കുകയും മടുത്തു പോകാതെ അവൻ കാത്തിരിക്കുകയും വേണം. നിന്റെ പ്രാർത്ഥന വൈകുന്നു എന്ന് തോന്നിയാലും ദൈവം കേൾക്കുന്നുണ്ട്. നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ദൈവം മറന്നിട്ടില്ല. മറ്റാരും അറിയാത്ത നിന്റെ മുന്നിലെ പ്രാർത്ഥന ദൈവം കണ്ടിട്ടുണ്ട്. നീ മിണ്ടാതിരുന്നപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ നിലവിളി അവൻ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലേക്ക് വരണം. ഹല്ലേലൂയ. വീണ്ടും അവൻ ദൈവ സന്നിധിയിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം ആരാധനയ്ക്കായി അവൻ ഏകാഗ്രതമാക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയ ദൈവത്തെ അവയെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനേക്കാൾ വലിയ ദൈവത്തെ നോക്കാം. നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ഭയത്തേക്കാൾ ആ വലിയ അവൻ ദൈവത്തെ നോക്കാം. സങ്കീർത്തനം 46:10 അവൻ ഇങ്ങനെ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. പലപ്പോഴും അവൻ അതിൽ മൗനമായിരിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് അവൻ അതിന് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകാതെ അവൻ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുന്നില്ലല്ലോ, പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അവൻ ദൈവപ്രവർത്തിക്ക് തടസ്സമാകുകയാണ്. ഇന്ന് രാത്രി അവൻ ഭക്തൻ എഴുതിയ വചനം ആത്മാവിന്റെ രാത്രി ചില ജീവിതങ്ങളോട്
ഇടപെടുവാൻ നീ മിണ്ടാതിരുന്നവളെ, ഹല്ലേലൂയ, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളേ. ഹല്ലേലൂയ. ഇത് കുറച്ച് നിമിഷം അവൻ കുറച്ച് സമയമെല്ലാം മാറ്റി വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ കർത്താവിലേക്ക് തിരിക്കൂ. യേശുവേ, ഇന്ന് രാത്രി ഞാൻ നിനക്കായി മാറ്റി വെക്കുന്നു. എന്റെ ഹൃദയം നിനക്കായി തരുന്നു. എന്റെ കുടുംബത്തെ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. എന്റെ നാളെയെ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. എന്റെ ഭാവിയെ അങ്ങയുടെ കരങ്ങളിൽ നൽകുന്നു. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി കർത്താവിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു? ഹൃദയത്തിനായി കരുതുന്നു. എൻ ജീവിതം മുഴുവൻ നിൻ കയ്യിലേൽപ്പിക്കുന്നു. എൻ കണ്ണുനീർ നീ കാണുന്ന ദൈവമേ. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ ഹൃദയം നിനക്കായി തരുന്നു. എൻ ജീവിതം മുഴുവൻ നിൻ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ കണ്ണുനീർ നീ കാണുന്ന ദൈവമേ, എൻ മൗന പ്രാർത്ഥന കേൾക്കുന്നവനേ, തളർന്നു പോകുമ്പോൾ നീയാണെൻ ബലം, ഭയപ്പെടുമ്പോൾ നീയാണ് ആശ്വാസം. പരിശുദ്ധാത്മാവേ നിറയണമേ, പ്രാർത്ഥനയുടെ തീ വീണ്ടും കത്തിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, പ്രാർത്ഥനയുടെ തീ വീണ്ടും കത്തിക്കണമേ. വിശ്വാസത്തോടെ വരണ്ടുപോയ ഹൃദയത്തിൽ മറുപടിയുണ്ട്. അടഞ്ഞുപോയ വിശ്വാസം വീണ്ടും ഉണരണമേ. വരണ്ടുപോയ ഹൃദയത്തിൽ മഴ പെയ്യണമേ, അണഞ്ഞുപോയ വിശ്വാസം വീണ്ടും ഉണരണമേ. എൻ വീടിനെ പ്രാർത്ഥനയുടെ ഭാവനമാക്കണമേ, എൻ കുടുംബത്തിൽ നിൻ സമാധാനം നിറയണമേ. എൻ മക്കൾ നിൻ വഴിയിൽ നടക്കട്ടെ, എൻ തലമുറ നിന്നെ ഉയർത്തിപ്പാടട്ടെ. ഞാൻ വിളിക്കുമ്പോൾ നീ കേൾക്കണമേ, ഞാൻ കാത്തിരിക്കുമ്പോൾ നീ താങ്ങണമേ. എൻ പ്രാർത്ഥനകൾ നിൻ സന്നിധിയിൽ ഉയരട്ടെ, എൻ ജീവിതം നിൻ നാമം മഹത്വപ്പെടുത്തട്ടെ. യേശുവേ നീയേ പ്രത്യാശ, യേശുവേ നീയേ ആശ്രയം. യേശുവേ, നീയാണ് പ്രത്യാശ. യേശുവേ, നീയാണ് ആശ്രയം. നിന്റെ കൃപയിൽ ഞാൻ ഹല്ലേലൂയ.
യേശുവേ നീയേ പ്രത്യാശ, എന്നാശ്രയം പ്രാർത്ഥനയെ. ഹല്ലേലൂയ. പ്രിയരേ, ഞാൻ നിലനിൽക്കും, നിന്റെ കൃപയിൽ ഞാൻ മുന്നേറും. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, യേശുവേ നീയാണ് എന്റെ ആശ്രയം. ഹല്ലേലൂയ. യേശുവേ നീയാണ് പ്രത്യാശ, പ്രാർത്ഥനയിൽ ഞാൻ നിലനിൽക്കും, നിന്റെ കൃപയിൽ ഞാൻ മുന്നേറും. ഹല്ലേലൂയ. കരമടിച്ച് നന്ദിയുടെ കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട്. ആമേൻ. തീച്ചൂളയുടെ നടുവിലും സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തും ഭക്തന്മാർക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഞാൻ നിലനിൽക്കും, നിന്റെ കൃപയിൽ ഞാൻ മുന്നേറും. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 17-ാം വാക്യം ആമേൻ വായിച്ചാട്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നിങ്ങൾ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, അവൻ വെറും ശ്രോതാക്കളെ പോലെ ഇരിക്കാതെ, ഇന്ന് രാത്രി വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ തിരുവചനത്തിന്റെ ആമേൻ വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മെ നയിക്കുമ്പോൾ ആത്മാവിനോട് ചേർന്ന് ആമേൻ സഞ്ചരിക്കുന്നവരെ അടുത്ത തലത്തിലേക്ക് ആമേൻ ദൈവം ഇന്ന് രാത്രി മൂവി ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. വായിച്ചാട്ട്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. 2 കാര്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നമ്മോട് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നത്. ആമേൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. കഷ്ടം വരുമ്പോ, നഷ്ടം വരുമ്പോ, ആവശ്യം വരുമ്പോ, അല്ല ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, എവിടെ പോകാൻ പറ്റാതെ ആമേൻ അതേ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങി കൂടി ഇരിക്കുമ്പോ, അല്ലേ, ഹല്ലേലൂയ, ആമേൻ ഒതുങ്ങ ഇരിക്കാതെ കണ്ട് ഓടുന്ന ഓട്ടത്തിൽ ആമേൻ അതേ ഇരിക്കാൻ സമയമില്ലാതെ വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പലരും ചിന്തിച്ചില്ല, ഹല്ലേലൂയ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ വചനം പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പി. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഈ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നത് 24 മണിക്കൂറും വാക്കുകൾ സംസാരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവവുമായി ബന്ധം നിലനിർത്തുക. പ്രിയരെ, ശ്രദ്ധിക്കണം. പ്രശ്നം വന്നപ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കരുത്. നമ്മുടെ നാട്ടില് ഹെൽത്ത് സെന്ററുകളുണ്ട്. അവിടുന്ന് പോയാൽ താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട്, അല്ലെ? ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച ഹെൽത്ത് സെന്ററുകളുണ്ട്. അവിടെ വിട്ട് അല്പം കൂടെ മുമ്പോട്ട് പോയാൽ താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട്. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ജില്ലാ ഹോസ്പിറ്റലുകളുണ്ട്. ആമേൻ. അവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാൽ മെഡിക്കൽ കോളേജുകളുണ്ട്, അല്ലെ? ആമേൻ. നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിനകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കേരള സംസ്ഥാനത്തിൽ ജനിച്ച ആമേൻ ഒരു മലയാളി എന്ന നിലയിൽ ആമേൻ
ഏതോ ഗ്രാമത്തിൽ, ഏതോ വില്ലേജിൽ, ഏതോ പഞ്ചായത്തിൽ ജനിച്ച ഒറ്റ കാരണത്താൽ ഹെൽത്ത് സെന്ററിൽ ചെല്ലാം, താലൂക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാം, ജില്ലാ ഹോസ്പിറ്റലിൽ ചെല്ലാം, മെഡിക്കൽ കോളേജുകളിൽ ചെല്ലാം. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ചോദിക്കും. ആ ഐഡന്റിറ്റി ഓക്കെ ആണെങ്കിൽ അവിടുത്തെ സേവനങ്ങൾ അതെ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ സിസ്റ്റം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഹെൽത്ത് സെന്ററിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ ജില്ലാ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആരോഗ്യ സംബന്ധമായിട്ട് ചില വിഷയത്തിലായിരിക്കുന്നവര് അവിടെ പോകുമ്പോൾ അവരുടെ കൂടെ പോകും. അവൻ അഭ്യാസ നിലയിൽ അവിടെ കിടക്കുമ്പോ അവനെ കാണാൻ പോകും. ഹല്ലേലൂയ. അവൻ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യനും അവൻ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോകില്ല. ഹല്ലേലൂയ. അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നമുള്ളവരുമായി പോകാറുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹോസ്പിറ്റലിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കാൻ ഒരു പ്രശ്നമില്ലാത്ത ആരും തയ്യാറാകത്തില്ല. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കാൻ, ഹല്ലേലൂയ, ഈ ഓൺലൈനില് പങ്കാളികളാകാൻ ഉലകത്തിലുള്ള എല്ലാവരും തയ്യാറാകണമെന്നില്ല. ഹല്ലേലൂയ. അതെ, നിന്റെ കഴിവുകൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട്, നിന്റെ കുലമഹിമ കൊണ്ട്, നീ ഇതുവരെ സഞ്ചരിച്ച പരിചയപ്പെട്ട ഒന്നിനും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയാതിരിക്കുമ്പോ നിന്റെ പ്രശ്നത്തെ മുഴുവനായി തീർക്കുവാൻ ശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് ഉലകത്തിലായിരിക്കുന്ന ഏവർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ 2026 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു ക്രിസ്തു മുഖാന്തരം നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം മുൻ കണ്ടിരിക്കുന്ന വ്യക്തികൾ ഹല്ലേലൂയ ഈ സന്ദേശം കേൾക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കും. ദൈവം ഒരുക്കിയാൽ ഹല്ലേലൂയ അതിന് തടസ്സം നിൽക്കുന്ന സകലതിനെയും അതിജീവിക്കുവാൻ ദൈവം കൃപ കൊടുക്കും. അങ്ങനെ കൃപ പ്രാപിച്ച ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുവാൻ ഈ ലൈവിൽ ആയിരിക്കുന്ന ജീവിതമേ, ഹല്ലേലൂയ, 24 മണിക്കൂർ വാക്കുകൾ സംസാരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഏതിന്റെ അർത്ഥം? എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ സ്തോത്രം ചെയ്യുക എന്നതിന്റെ അർത്ഥം. പിന്നെന്തുവാ? ദൈവവുമായി ബന്ധം നിലനിർത്തുക. പ്രശ്നം വന്നപ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കരുത്. ഞാൻ ഹോസ്പിറ്റലിൽ കാര്യം പറഞ്ഞത് അതിനു വേണ്ടിയാ. ഒരു രോഗം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ ഒരു ആത്മഹത്യ ഉണ്ടായി ആ വ്യക്തിയെ പോസ്റ്റ്മോർട്ടം നടത്താൻ അതേ ജില്ലാ ഹോസ്പിറ്റലിലേക്ക്, താലൂക്ക് ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോ അതിന്റെ പുറകെ നിലവിളിച്ചോണ്ട് പോകുന്നവരുണ്ട്, അതിന്റെ പുറകെ സങ്കടപ്പെട്ടു പോകുന്നവരുണ്ട്. അങ്ങനെയല്ല നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത്. ഹല്ലേലൂയ. സന്തോഷത്തിലും അവരെ അന്വേഷിക്കണം, വിജയത്തിലും അവരെ അന്വേഷിക്കണം, പരാജയത്തിലും അവരെ അന്വേഷിക്കണം, നിശബ്ദതയിലും അവനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല. പ്രാർത്ഥന
ദൈവവുമായുള്ള ബന്ധമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന് തുറക്കുന്നതാണ്. നമ്മുടെ ഭാരങ്ങൾ അവന്റെ കയ്യിൽ അതേ വെക്കുന്നതാണ്. നമ്മുടെ തീരുമാനങ്ങൾ അവനോട് ചോദിക്കുന്നതാണ്. നമ്മുടെ ഭാവി അവനിൽ ഏൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ചിലർ പറയാറുണ്ട്, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. പത്രോസ് അവൻ പ്രാർത്ഥിച്ചില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്നാ പറഞ്ഞേ, ഒന്നും കിട്ടിയില്ലെന്ന്. എന്നാൽ അവൻ നമ്മളിൽ ചെന്ന് പറയുന്നത്, അവൻ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞാൻ ഓറക്കളച്ച് പ്രാർത്ഥിച്ചു, ഞാൻ സമയമെടുത്ത് പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പ്രിയരേ, മറുപടി വൈകുന്നത് ദൈവം നിന്നെ നിഷേധിച്ചതല്ല. സ്തോത്രം. ദൈവം നിന്നെ കൈവിട്ടതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല. ദൈവത്തിന് സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുന്നു, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. ഹല്ലേലൂയ. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. പ്രിയരെ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരഞ്ഞുകൊണ്ടാണെങ്കിൽ, കരഞ്ഞുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ, മൗനത്തിൽ ശക്തിയില്ലെങ്കിൽ ചെറിയൊരു വാക്കിൽ. പക്ഷെ പ്രാർത്ഥന എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ പറയുക, കർത്താവേ, എനിക്ക് ശക്തിയില്ല. കർത്താവേ, എനിക്ക് നീ ശക്തിയില്ല, എങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ ഉത്തരം ലഭിക്കും എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ കാത്തിരിക്കും. കാരണം എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, എനിക്ക് ശക്തിയില്ല, ഇനി കാത്തിരിക്കാൻ എനിക്ക് ശക്തിയില്ല, എങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകുന്നില്ല. ഓ, കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോൾ ഉത്തരം ലഭിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ കാത്തിരിക്കും. കാരണം എന്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ പ്രാർത്ഥനയിൽ അവൻ നമ്മെ സഹായിക്കാൻ, പ്രാർത്ഥനാ റൂമിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അവൻ നീ ഡോർ അടച്ചിട്ട്, അവൻ 4 ഭിത്തിക്കകത്ത് ഇരിക്കുന്ന നീ ഇരിക്കുന്ന റൂമിന്റെ ജനലുകളും ഡോറുകളും അടച്ചിട്ട് നിന്റെ വീട്ടിലുള്ളവർ കാണാതെ നീ കരഞ്ഞ് അവൻ നിലവിളിച്ച് മാറത്തടിച്ച് അവൻ കരയുമ്പോ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ആ ചില ഭൂമിയകത്ത് ആ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. ചിലരുടെ ആ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്ന ദൈവ ശക്തി പതിയുന്ന
പ്രാർത്ഥിക്കുന്ന രാത്രിയാ, ചിലരെ ബലപ്പെടുത്തുകയാ, ചിലരെ ശക്തീകരിക്കുകയാ, ചിലരെ കണ്ണുനീരിനെ തുണയ്ക്കുന്ന രാത്രി. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പ്രാർത്ഥിക്കണം? അവൻ ബുദ്ധി കൊണ്ട് ഗംഭീരമായി, അവൻ ശബ്ദസ്ഫുടതയോടുകൂടെ, അവൻ കേൾക്കുന്നവർക്ക് കർണരസം ഉണ്ടാകുവാന് അക്ഷരസ്ഫുടതയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ കിട്ടാതെ, അവൻ ശബ്ദം ഉയർത്തുവാൻ കഴിയാതെ, കണ്ണിൽ നിന്നും കണ്ണുനീര് താരതാരയായി ഒഴുകി, നീ അഭിമുഖീകരിക്കുന്ന ആ വിഷയത്തിനകത്ത് അവൻ മറുപടി കാണുവാൻ കഴിയാതെ, അവൻ ശരീരമാസകര ഗതസമനയിൽ അവൻ രക്തം വിയർപ്പ് തുള്ളി പോലെ അവൻ വീണ്, അവൻ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത് നീക്കണമേ. അല്ല പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് അവൻ ഉള്ളം ഒന്ന് നിലവിളിച്ച ആ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ വാക്കുകളുടെ വലുപ്പത്തിലല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലാണ്. ചിലപ്പോൾ നമുക്ക് എന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നാം അറിയുന്നില്ല. ഹല്ലേലൂയ. ആത്മാവ് തന്നെ വാക്കുകളിൽ പറഞ്ഞുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എത്ര മനോഹരമായ വചനമാണ്! നിനക്ക് വാക്കുകളില്ലേ? ദൈവത്തിന് നിന്റെ കണ്ണുനീർ മനസ്സിലാകോ? നിനക്ക് പറയാൻ കഴിയുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയിൽ നിന്നെ സഹായിക്കോ, നിന്നെ ശക്തീകരിക്കോ, നിന്നെ ബലപ്പെടുത്തോ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. ആദ്യമസഭ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ശ്രദ്ധിക്കൂ, അവർ പ്രാർത്ഥിച്ചു, അവർ വീണ്ടും നിറഞ്ഞു, അവർ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ പ്രാർത്ഥന അവൻ നിറവാകട്ടോ. പ്രാർത്ഥിക്കുന്ന നീ ശൂന്യമായിരിക്കുവാൻ ഇടയാകത്തില്ല. നിന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച്, നിന്റെ പ്രാർത്ഥനയുടെ സമയം നീ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിറവ് വന്നുകൊണ്ടേയിരിക്കും, നിറവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവൻ ധൈര്യം വന്നുകൊണ്ടിരിക്കും, സാക്ഷ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ആരുണ്ട്? അവൻ നിറവ് സംഭവിക്കുകയാ. മടിപ്പിക്കുന്ന വേദനകളുണ്ടാകാം, മടിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം, മടിപ്പിക്കുന്ന വെല്ലുവിളി ഉണ്ടാകാം. എന്നാ നിന്റെ ബലഹീനതയിൽ നിനക്ക് പ്രാർത്ഥിക്കുവാൻ വാക്കുകളില്ലാതെ വരുമ്പോഴും നിനക്ക് സഹായിയായി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തീകരിച്ച്, നിനക്ക് ധൈര്യം നൽകി, നിന്നെ നിറച്ച്, നിന്നെ മഹിമകന്റെ സാക്ഷിയാക്കി മാറ്റുന്ന ആത്മാവിന്റെ പ്രവൃത്തി പ്രാർത്ഥനാ റൂമിനകത്ത് വെളിപ്പെട്ടു വരിക. വിമർശിക്കുന്നവരുടെ മേലല്ല, വിശ്വസിക്കുന്നവരുടെ മേല, അഭിപ്രായം പറയുന്നവരുടെ മേലല്ല, അഭിഷേകമുള്ളവനെയാ ദൈവം ഈ തലമുറയിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രിയരെ ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയ മാതൃക. അതുകൊണ്ട് പ്രാർത്ഥന ജീവിതം ചെയ്താൽ
ആത്മീയ ധൈര്യവും ക്ഷയിക്കാം. ഹല്ലേലൂയ. പക്ഷെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് മടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വീണ്ടും ആമേൻ ഹല്ലേലൂയ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ ഈ കൂട്ടായ്മയിൽ ആമേൻ കൊണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. പ്രിയ മാതാപിതാക്കളെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. സ്തോത്രം. എന്തിനാ ഭക്ഷണം? യേശു കർത്താവിന്റെ അടുത്ത് 3 നാള് വചനം കേൾക്കാൻ വന്നവര് വഴി വീണു പോകും. അതുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് വീട്ടില് ഉള്ളവർ തളർന്നു വീഴാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ പ്രാർത്ഥന മാത്രം പോരാ. ചിലരുണ്ടല്ലോ പ്രാർത്ഥന അവൻ വീട്ടിലുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല. അവൻ സമയമെടുക്കത്തില്ല. അവൻ ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മാതാപിതാക്കളെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായി. ഹല്ലേലൂയ. ആ വെള്ളത്തിന്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താ പറഞ്ഞത്. ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണോ? ഇന്ന് രാത്രി ആത്മാവിന്റെ നിറവ് ആമേൻ നിന്നിൽ സംഭവിക്കുമ്പോ ആത്മാവിന്റെ നിയോഗത്തോടെ അഭിഷേകത്തോടെ നീ പറയുന്നത് ആമേൻ സ്ഥാപിക്കപ്പെടും. നീ പറയുന്നത് സംഭവിക്കും. എന്ന് പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് ചെന്നിട്ട് ആഹാരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. അവൻ ആഹാരം ഉണ്ടാക്കണം. വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ. സ്തോത്രം. ജോലി ഉണ്ടാകട്ടെ. അവൻ ഇതൊക്കെ പറയുന്നത് നല്ലതാണ്. പക്ഷെ ഇതിനോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മക്കളോടൊപ്പം പ്രാർത്ഥിക്കൂ. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി സമ്പാദിച്ച് നല്ല സ്കൂളിലേക്ക് അയക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അവരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. പലർക്കും കഴിയുന്നില്ല. രോഗിയായവർക്കായി പ്രാർത്ഥിക്കൂ. പരീക്ഷ എഴുതുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കൂ. ജോലി അന്വേഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കൂ. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കൂ. ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ അന്തരീക്ഷം മാറുന്നു. ഹല്ലേലൂയ. സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന വളരെ ഫലിക്കും. അവൻ വീട്ടിലെ സഭയ അപ്പനും അമ്മയും മക്കളും, അഥവാ ഭാര്യയും ഭർത്താവും മക്കളും. ഹല്ലേലൂയ. പ്രിയരേ, പ്രാർത്ഥിക്കുന്നവൻ ക്ഷീണിച്ചാലും തകരുകയില്ലല്ലോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ ആമേൻ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്തൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നാളുകളായി മടുപ്പ് ഉണ്ടായിട്ടും മടുപ്പിനെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയിൽ തുണയായി വന്ന് നിന്നെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർത്തി അവൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുവാൻ
പ്രാർത്ഥിക്കുവാൻ രാവെന്നോ പകലെന്നോ ആമേൻ ഇല്ലാതെ ആമേൻ ചില ആമേൻ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, അതിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നിനക്ക് അവസരം നൽകിയെങ്കിൽ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുലുകും, അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ഇന്നലെ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രശ്നങ്ങൾ മീതെ ഉയരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ ഇടപെടലുകൾ നിന്റെ പ്രാർത്ഥനാ ഭൂമിയിനകത്ത്, നീ കരഞ്ഞ വിഷയത്തിനകത്ത്, നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. പ്രിയരേ, പ്രാർത്ഥനയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ക്ഷീണം വരും. പക്ഷെ ക്ഷീണം വന്നതുകൊണ്ട് യാത്ര അവസാനിക്കുന്നില്ല. ദൈവത്തിൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നിനക്കിന്ന് തളർച്ചയുണ്ടോ? കർത്താവിന്റെ സന്നിധിയിലിരിക്കൂ. നിനക്ക് മനസ്സിൽ ഭാരമുണ്ടോ? അവന്റെ കാൽക്കൽ വെക്കൂ. നിനക്ക് ആരോടും പറയാൻ കഴിയാത്ത കാര്യമുണ്ടോ? നിനക്ക് വിശ്വസിക്കുവാൻ, നിനക്ക് പറയുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 7-ാം വാക്യം, അവൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാ. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഉറപ്പ്! ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്തിരിക്കുന്നവർക്ക് കൊടുത്തത്. ആമേൻ. ദൈവസഭയുടെ അംഗമാണോ ഇന്ന് രാത്രി? ആ ഉറപ്പുള്ളവർ, ആമേൻ, ആ വിശ്വാസമുള്ളവർ, ആ പ്രത്യാശയുള്ളവർ, കാഴ്ചക്കാരെ പോലിരിക്കാതെ, കേൾവിക്കാരെ പോലിരിക്കാതെ, ഒരു ശ്രോതാവായിരിക്കാതെ ഇന്ന് രാത്രി വിശ്വസിക്കുക. ആത്മാവ് ഇറങ്ങി വന്ന് മഹിമകളുടെ സാക്ഷിയാക്കി നിന്നെ മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ വിട്ടുകൊള്ളുകയെ, അവൻ നിങ്ങൾക്കായി കരുതുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലർക്ക് ഒരു പുതിയ പ്രാർത്ഥന ജീവിതം ആരംഭിക്കാം. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഹല്ലേലൂയ രാവിലെ ഒരു ചെറിയ പ്രാർത്ഥന, രാത്രി ഒരു ചെറിയ പ്രാർത്ഥന, ഭക്ഷണത്തിന് മുമ്പ് നന്ദി. ഹല്ലേലൂയ. അവൻ തീരുമാനത്തിന് മുമ്പ് പ്രാർത്ഥന, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന, അവൻ വിജയത്തിൽ നന്ദി. സ്തോത്രം. ജീവിതം തന്നെ ഒരു പ്രാർത്ഥന ആയി മാറട്ടെ. സ്തോത്രം. പ്രിയരെ, ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ചില സാങ്കേതിക ടെക്നിക്കൽ പ്രോബ്ലം നേരിടുന്നത് കൊണ്ടാണ് വാക്യങ്ങൾ വായിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ട്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. അവൻ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന യിരെമ്യാവിനെ അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ വിശുദ്ധീകരിച്ചു. അവൻ ബാലനെന്ന് പറയരുത്. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി ചിലതിനെ പണിയുവാൻ, ചിലതിനെ പൊളിക്കുവാൻ ഹല്ലേലൂയ ആക്കി വെച്ചത്. ആമേൻ. ഹല്ലേലൂയ. ആ യിരെമ്യാവിലൂടെ ആമേൻ ദൈവം ആമേൻ തന്റെ ജനത്തോട് പറയുക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകും എന്ന്. ഒട്ടുമിക്കാലും ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ ലൈവിൽ ആയിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്ത്
എന്നെ നിങ്ങൾക്ക് കാണുന്നതോടൊപ്പം ജീസസ് ലവ്സ് യു. Prayer, share your request, prayer request. Amen. 974470348 കൂടാതെ 9778201595 എന്ന നമ്പർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ദേവദാസന്റെ പ്രസംഗം നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ സ്പർശിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും എന്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി നൽകും. അമേൻ. അതുകൊണ്ട് ഈ നമ്പർ നോട്ട് ചെയ്ത് അമേൻ വിളിച്ചിട്ട് ശ്രീത സഹോദര പാസ്റ്ററെ, ഞാൻ നിങ്ങളുടെ ലൈവ് കണ്ടു, നിങ്ങളുടെ പ്രസംഗം കേട്ടു, ദൈവം എന്നോട് ഇടപെട്ടു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു. നല്ല കാര്യം പാസ്റ്ററെ, എനിക്ക് വേണ്ടി അല്പസമയം ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. ആമേൻ. വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങി. സ്തോത്രം. പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ആമേൻ വീണ്ടും വിളിക്കുക, പാസ്റ്ററെ എന്റെ വിഷയത്തിനകത്ത് അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ ഉണ്ട്, പൂർണ്ണമായിട്ട് ഒരു മറുപടി കാണുന്നില്ല. ഹല്ലേലൂയ. പ്രിയരെ, നല്ലതാ. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്നവരോട് ആത്മാവിൽ ഞാൻ പറയാം, നിങ്ങൾ ആമേൻ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ആമേൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി നാളെ ആമേൻ എനിക്ക് ആമേൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആമേൻ സാധിച്ചില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം വരണം. എനിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ലൈനിൽ അവൻ പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടെന്ന് പറഞ്ഞ് നീ നിന്റെ വിഷയത്തെ മറന്നുപോയാൽ, നീ നിന്റെ വിഷയത്തിന് വേണ്ടി കർത്താവിനെ വിളിക്കാതിരുന്നാൽ അവൻ നിനക്ക് ഉത്തരം ലഭിക്കത്തില്ലെന്നല്ല, ഉത്തരം അവൻ ലഭിക്കുമ്പോ ഒരു പക്ഷേ നീ ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരണു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രിയരെ, നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, ദൈവത്തിലേക്ക് തിരിക്കുക. അതാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. കർത്തതയിലായിരിക്കുന്ന ഒരുവരെ കാണുമ്പോ അവന്റെ കർത്തതയ്ക്കകത്ത് നിന്ന് വിടുവിക്കുന്ന യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ നീ ഉറപ്പ് പ്രാപിക്കണം. അതെങ്ങനെയാ? നിന്റെ കർത്തതയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് കേൾക്കുവാൻ പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ കേൾക്കൂ? കേട്ടില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കൂ? ഇന്ന് രാത്രി വാചനം കേട്ട് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ മധ്യസ്ഥക്കാരുണ്ട് അല്ലെ, പൗരോഹിത്യ സഭകൾക്ക് ഒത്തിരി ആമേൻ മധ്യസ്ഥത വഹിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ മരിച്ചു മൺമറഞ്ഞാലും അവരെയൊക്കെ ഇങ്ങനെ മധ്യസ്ഥന്മാരായി വാഴിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ മരിച്ചു പോകാതെ ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാരുണ്ട്. ഹല്ലേലൂയ. അവര് പറയും, അവൻ ഞങ്ങളെ വിളിച്ചോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഹല്ലേലൂയ. അവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ
നിങ്ങളുടെ വിഷയത്തിൽ എന്തുണ്ട്? വിടുതലുണ്ട്. ഹല്ലേലൂയ. അവൻ ബലഹീനരായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? അയ്യോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന അവരെ ഏൽപ്പിച്ചാൽ ഞങ്ങളുടെ വിഷയത്തിൽ എന്താ? മറുപടിയ. കണ്ണുനീരിന്റെ പ്രവാചകനായി യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ, ചിലതിനെ പണിയാൻ, ചിലതിനെ പൊളിക്കാൻ ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് നിന്നെ വേർതിരിച്ചിരിക്കുക, അവിടെ വെച്ച് നിന്നെ ശുദ്ധീകരിച്ചിരിക്കുക. ആ യിരെമ്യാവ് പറഞ്ഞത്, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം അരുളും. അതിന്റെ അർത്ഥം യിരെമ്യാവിനെ അന്നേ കാലത്തുള്ളവരെല്ലാം വിളിച്ചോളാൻ അല്ല പറഞ്ഞത്. യിരെമ്യാവിന്റെ ജീവിതത്തിലൂടെ, യിരെമ്യാവിന്റെ പ്രവചനത്തിലൂടെ ദൈവത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുക, ദൈവത്തിലേക്ക് ജനത്തെ തിരിക്കുക. സ്നേഹതീരം ഫാമിലിയിലൂടെ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ അകറ്റുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ആധികാരികമായി നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിഞ്ഞ് ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഉഴിഞ്ഞു കളഞ്ഞ് ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന, ആത്മാവിനെ നടത്തപ്പെടുന്ന ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുമ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് മറുപടി കാണുവാനിടയാകും. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം വരണോ. ഇന്ന് ദൈവം പറയുന്നത്, വിളിക്കൂ. ആരെ വിളിക്കൂ? നീ വിളിക്കൂ. നിന്റെ കുടുംബത്തിനായി വിളിക്കൂ, നിന്റെ മക്കൾക്കായി വിളിക്കൂ, നിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കൂ, നിന്റെ ഭാവിക്കായി വിളിക്കൂ, രാജ്യത്തിനായി വിളിക്കൂ. ദൈവം കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യണമെന്ന് എഴുതി കാണിച്ചിട്ട് എന്താ പാസ്റ്റർ ഇങ്ങനെ പറയുന്നേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. നിങ്ങൾ വിളിക്കരുതെന്നോ, പ്രാർത്ഥന റിക്വസ്റ്റുകൾ അറിയിക്കരുതെന്നോ അല്ല അതിന്റെ അർത്ഥം. പ്രിയരെ, ബലഹീനരായ ആളുകള് ഇങ്ങനെയുള്ള വലയ്ക്കകത്ത് വീഴും. എങ്ങനെയുള്ള വലയ്ക്കകത്ത്? ദിനംപ്രതി നടക്കുന്ന ഈ കൂട്ടായ്മയ്ക്കകത്ത് നിരവധി ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എഴുതി വരുന്ന പ്രാർത്ഥന വിഷയവുമായിട്ട് ഞാൻ ഇരുന്നാൽ എനിക്ക് പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂലി കൊടുത്ത കുറെ ആൾക്കാരെ ഇവിടെ ഇരുത്തി വരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചോണം. കാരണം അവർക്ക് ഞാൻ കൂലി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സെറ്റപ്പും ഉലകത്തിലുണ്ടെന്ന്. പ്രിയരെ, ഒരു ഭാവിയെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ദൈവത്തിന്റെ വചനം നീ വായിച്ചു കേൾപ്പിച്ച്, നീ പറഞ്ഞു കൊടുത്ത, അല്ലെങ്കിൽ അത് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടുകൊടുത്ത അവൻ ദൈവത്തിലേക്ക് തിരിയുമ്പോ അവർ കരയാൻ തുടങ്ങും, അവർ വിളിക്കാൻ തുടങ്ങും, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ അമ്മ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നിന്നെ പ്രാർത്ഥനയിൽ മരിപ്പിക്കുന്ന നിരവധി വിഷയങ്ങൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം മറികടക്കാൻ നിന്നെ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയുള്ള കണ്ണുകൾ മടച്ചാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തും. ഹൃദയത്തിൽ പറയൂ, പരിശുദ്ധാത്മാവേ, എന്റെ പ്രാർത്ഥനാ ജീവിതം പുതുക്കണമേ. എന്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ തീ കത്തിക്കണമേ. ഹല്ലേലൂയ. എന്റെ മക്കളെ,
നിന്റെ വഴിയിൽ നടക്കണമേ. എന്റെ വീട്ടിൽ സമാധാനം നിറയണമേ. ഞാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ. എല്ലാ കണ്ണുകളും അടച്ച സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ഞായറാഴ്ച രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ മകനെയും മകനെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, തളർന്നിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. കഴിയുന്നവരെ കണ്ണുനീർ തുടയ്ക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. ഉത്തരം വൈകുന്നതായി തോന്നുന്നവർക്ക് കാത്തിരിക്കുവാനുള്ള കൃപ നൽകണമേ. പ്രാർത്ഥന ഉപേക്ഷിച്ചവർക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. പരിശുദ്ധ ആത്മാവേ, ഞങ്ങളുടെ വീടുകളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിറയണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിറയണമേ. രോഗികളായവരെ ഓർക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് വാതിലുകൾ തുറക്കണമേ. കുടുംബ പ്രശ്നങ്ങളിൽ കഴിയുന്നവർക്ക് സമാധാനം നൽകണമേ. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ സമയത്ത് നല്ല വഴിയൊരുക്കണമേ. മക്കൾക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന ഓർക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി മുതൽ പല വീടുകളിലും പുതിയൊരു പ്രാർത്ഥനയുടെ തീ കത്തട്ടെ. പല കുടുംബങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകട്ടെ. പല മക്കളും യേശുവിലേക്ക് മടങ്ങി വരട്ടെ. പല ജീവിതങ്ങളും പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടട്ടെ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവരുളും എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആദ്യോടൊന്നും പങ്കാളികളായ ജീവിതങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വൈകുന്നേരങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വ്യക്തി വചനം കേട്ട അവിടുത്തേക്ക് തിരിയാൻ ആ വ്യക്തി മുഖാൻ അനേക ദൈവത്തിലേക്ക് അടുക്കുമല്ലോ. ഇന്ന് രാത്രി ചില തിരിവുകൾ സംഭവിക്കട്ടെ. ചില രോഗികൾ സൗഖ്യമാകട്ടെ. ചില പാപികൾ മനം തിരിയട്ടെ. ചില പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. ഈ ലോകം നൽകുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദിവ്യമായ സമാധാനം ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ, ചില കുടുംബങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, മടുത്തു പോകാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ അപ്പോസ്തല പ്രവൃത്തികളുടെ
28 കഴിഞ്ഞിട്ട് ആമേൻ 29, 30, 31, 32 ആമേൻ അധ്യായമല്ല 32ാമത്തെ രാത്രി. ഹല്ലേലൂയ. ഒരു വാക്ക് മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. നിന്റെ മറുപടി വൈകിയാലും പ്രാർത്ഥിക്കൂ. നിന്റെ വഴി അടഞ്ഞാലും പ്രാർത്ഥിക്കൂ. നിന്റെ കണ്ണുനീർ വന്നാലും പ്രാർത്ഥിക്കൂ. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അടുത്ത ബ്ലെസ്സിംഗ് നൈറ്റിലേക്ക് വീണ്ടും പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിക്കാം. എല്ലാവർക്കും കർത്താവിന്റെ സമാധാനവും കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ. God bless you. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോൺസ് നേതൃത്വം പ്രയർ ഫാമിലി. മാറാനാഥ എബെനേസറായ ദൈവം കൂടെ ഇരിക്കട്ടെ. ആമേൻ. വരുന്ന 8 നാൾ കൂടെ ആമേൻ ഈ ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ആമേൻ ഒരുമിച്ച് ധ്യാനിക്കാനും ചിന്തിപ്പാനുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 28 അധ്യായം കൊണ്ട് അവസാനിക്കാതെ 40 ദിനം ഹല്ലേലൂയ യേശു കർത്താവ് ആമേൻ 40 നാൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ആമേൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരീക്ഷകൾ അടുത്തു വന്നു. ഹല്ലേലൂയ. എന്നേക്കുമായി പിശാചിനെ ഏതെങ്കിലും മനുഷ്യനെ വീഴ്ത്തിയ പിശാചിനെ മരുഭൂമിയിൽ പരാജയപ്പെടുത്തിയ ആമേൻ യേശുവിനെ പോലെ നാളുകളായി ആമേൻ ഏതെങ്കിലും മുഴങ്ങിയ ആ പ്രവചനത്തിന്റെ ശബ്ദമായവൻ മരുഭൂമിയിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തളർക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ ആമേൻ പരീക്ഷയിൽ ജയിച്ചതുപോലെ നിന്നെ പരാജയപ്പെടുത്തി അമ്മയെ പരാജയപ്പെടുത്തി തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകളെ കീഴ്മേൽ മറിച്ച് അവന്റെ തലയെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുക കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ആത്മാവിന്റെ ശുശ്രൂഷ ആമേൻ പ്രാപിച്ച് ആമേൻ ചിത്തായിച്ച് മഹിമയുടെ സാക്ഷിയായി ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവം ഉപയോഗിക്കുവാൻ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാം. ആമേൻ. ദൈവം ആമേൻ നിറയ്ക്കും. ദൈവം ആമേൻ സാക്ഷികളാക്കും. ലോകത്തിന്റെ അറ്റത്തോളം അവന്റെ സാക്ഷികളാകാം. ഉൽപ്രാപണം ആമേൻ എപ്പോൾ സംഭവിക്കുമോ അതുവരെ ജീവനോടെ ഇരുന്ന് ആമേൻ അവന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാം. സ്വർഗം ആമേൻ നമ്മയുടെ നമ്മുടെ തലമുറകളെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Lord. God bless you. See you. Amen. Hallelujah. യേശുവേ ഇന്നൻ ഹൃദയം നിനക്കായി തരുന്നു. എൻ ജീവിതം മുഴുവൻ നിൻ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ കണ്ണുനീർ നീ കാണുന്ന ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്നവനെ, തളർന്നു പോകുമ്പോൾ നീയാണെൻ ബലം, ഭയപ്പെടുമ്പോൾ നീയാണെ ആശ്വാസം. പരിശുദ്ധാത്മാവേ നിറയണമേ, പ്രാർത്ഥനയുടെ തീ വീണ്ടും കത്തിക്കണമേ.
വീശണമേ. അണഞ്ഞുപോയ വിശ്വാസം വീണ്ടും ഉണരണമേ. എൻ വീടിലെ പ്രാർത്ഥനയുടെ ഭാരമാക്കണമേ. എൻ കുടുംബത്തിൽ നിൻ സമാധാനം നിറയണമേ. എൻ മക്കൾ നിൻ വഴിയിൽ നടക്കട്ടെ. എൻ തലമുറ നിന്നെ ഉയർത്തിപ്പാടട്ടെ. ഞാൻ വിളിക്കുമ്പോൾ നീ കേൾക്കണമേ. ഞാൻ കാത്തിരിക്കുമ്പോൾ നീ താങ്ങണമേ. എൻ ജീവിതം നിൻ നാമം മഹത്വപ്പെടുത്തട്ടെ. യേശുവേ നീയേ പ്രത്യാശ. യേശുവേ നീയേ ആശ്രയം. നിന്റെ കൃപയിൽ ഞാൻ കണ്ടോ, അവൻ നെറ്റ് ഓഫ് ചെയ്ത്. അയ്യേ, എന്താ ചെയ്തത്? നിന്നോട് ഞാൻ എത്ര നേരമായി ഇങ്ങളെ കിടന്ന് ഉറങ്ങ് പറയുന്നു. പിന്നെ ഇവിടെ പാട്ട് ഇതും കേട്ടോണ്ടിരിക്കുമ്പോൾ അവിടെ ഉറങ്ങാ. എത്ര നേരം എന്തിനാ ഓഫാക്കാൻ പോയത്? നീ എന്തിനാ ഇവിടെ എന്നിട്ട് ഓടിയത്? വെറുതെ ഇരുന്ന് മുങ്ങി പട്ടിക്ക് വെച്ച് കൊടുത്തേ. എന്നതാ കൊച്ചിന് നോക്കാനും പറ്റത്തില്ല. നെറ്റ് ഓഫാക്കിയത്. അവിടെ നെറ്റ് ഓഫ്, അവിടെ ഇത് തീർന്നു കഴിയുമ്പോൾ വന്ന് ലൈറ്റ് ഓഫ് ആക്കുന്നല്ലേ. അവിടെ നിങ്ങൾ കയറി വന്നിട്ട് അവിടെ ആ ലൈറ്റ് നോക്കിട്ട് അതിൽ പിടിഞ്ഞ് ഞെക്കിയതല്ലേ. കൊച്ചിന് നോക്കാൻ പറ്റത്തില്ല. അവിടെ ഭയങ്കര പണിയല്ലേ എല്ലാത്തിനും. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ